ഹലോ, വെൽക്കം ടു അദ്രിയാസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നൊരു എഗ് ബിരിയാണിയാണ്. പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ഒരു എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം, ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ എന്തായാലും ഒരു 15 to 20 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പോൾ 15 to 20 മിനിറ്റ്സിനുള്ളിൽ എങ്ങനെ ഒരു പ്രഷർ കുക്കറിൽ എഗ് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളത് റെസിപ്പിയാണ്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വയ്ക്കുക. എന്നിട്ട് അരിയും ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. കഴുകി നന്നായി ഒരു 2-3 ടൈംസ് കഴുകി കുതിർത്താൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറവ്, നമ്മുടെ വറുത്തിടാനുള്ള സവാളയും കാഷ്യൂനട്ടും മുന്തിരിയും ഒക്കെ വറുത്തിടാനുള്ള വറവ് നമുക്കൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ സവാള വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവാള വറുത്ത് മാറ്റിയിട്ട് നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടി വറുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത്രയും മതി കഷ്ണൻ്റെയും മുന്തിരിയൊക്കെ. വലിയ താല്പര്യമില്ല കഷ്ണൻ്റെയും മുന്തിരിയും അധികടന്നത്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇടുന്നുള്ളൂ. അപ്പോൾ അത് വറുത്ത് മാറ്റി ആ എണ്ണയിൽ തന്നെ, ആ ഓയിലിൽ തന്നെ ഞാൻ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി, സവാള ചോപ്പ് ചെയ്ത സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായി അതൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക വഴട്ട് വരാനായിട്ട്. നന്നായി അതൊന്നൊരു ഗോൾഡൻ കളർ ആവണ വരെ നന്നായി ഒന്ന് വഴറ്റി മാറ്റാം. വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ആക്കുക. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളകും പൊടി ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത്. ടൊമാറ്റോ കഷ്ണങ്ങൾ നനയും ചേർക്കാം. പ്യൂരിയാണ്, അപ്പോൾ ഒരു ജസ്റ്റ് ഒന്നൊരു കുഴമ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട്, ഒരു ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പ്യൂരി ചേർത്തുണ്ട്. ഇത്തിരി ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നന്നായി അത് മിക്സ് ചെയ്ത്, ഇത്തിരി മല്ലിയിലും പുതിനയിലും കൂടി അരിഞ്ഞിട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ച മുട്ട തോട് പൊളിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിൽ നിന്നിട്ട് നമ്മൾ ജസ്റ്റ് 2 മുട്ടയും കുറച്ച് ഗ്രേവിയും മാറ്റിയിട്ട് ആ ബാക്കിയുള്ള ഗ്രേവിയിലേക്ക് നമ്മുടെ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് നന്നായി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ കുക്കറിലേക്ക് ഒഴിക്കാറ്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി നെയ്യും കൂടി ഒഴിച്ച് ഒരേ ഒരു വിസിൽ മതി. ആ ഒരു വിസിൽ കഴിഞ്ഞ് നമ്മൾ എയറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ അരി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ശരിക്കും നല്ല നീളം തന്നെ അരി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർണിഷിങ് സവാളയും വറുത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടാം. ഇത്തിരി മല്ലിയിലും പുതിനയിലൊക്കെ ഇടാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്